ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു വിത്ത് ബ്ലൗസാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ആകെ 75 സെൻറ്റിമീറ്റർ തുണിയുള്ളൂ. 40 സൈസ് ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്ന കൈയാണ്. കൈ ഒരു വശത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നീളം ഉണ്ടാവില്ല. അപ്പോൾ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള വീതി അവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളത് ഒരു വശത്തേക്ക് നീക്കി വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ആ നീക്കി വെച്ച വശത്ത് ആണ് നമ്മൾ ഏപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ തിരിച്ചിട്ടാണ് നമ്മൾ മടക്കുന്നത്. അവിടെ ഒരു വശത്ത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നൂലിങ്ങനെ കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഏക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ചിടുകയാണ്. നമ്മളിങ്ങനെ വെച്ചിട്ടാണ് പിന്നെ കൈ വെട്ടിയെടുക്കുന്നത്. 4 മടക്കിയിട്ടുണ്ട്. അളവിൻ ബ്ലൗസിൻ്റെ കൈ ഇതുപോലെ വെച്ച് മടക്കിയടിക്കാനുള്ള വശം ഒഴിവാക്കി ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഒരു 3/4 ഇഞ്ചൊക്കെ ഉള്ളൂ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടിയിട്ടുള്ളത്. അത്രേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ എടുത്താൽ പിന്നെ മറ്റു വശത്തേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൈ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ കൈയൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൈ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുള്ള തുമ്പ് വെച്ചിട്ട് തുമ്പില്ലാതെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 4 വശത്ത് പിന്നെ അയക്കേണ്ടി വരും കൈയിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ. അപ്പോൾ അതിനേക്കാൾ നല്ല ഇങ്ങനെ നീക്കി വെച്ച് ഒറ്റ വശത്ത് അയക്കുന്നതാണ്. നിങ്ങൾ ബാലൻസുള്ള പീസ് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് അളവ് എത്രയും നോക്കണം. ഒരു ഭാഗം അളന്ന് നോക്കുകയാണ്. ഇങ്ങനെ കൈക്കുഴീൻ്റെ അവിടെ നിന്ന് ഇത് കുളത്തിടുന്ന ആവശ്യം വരെയാണ് നമ്മൾ അളക്കുന്നത്. അത് 10 ആണുള്ളത്. അപ്പോൾ അത് കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ 12 അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് അളവ് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നോക്കണം. അത് മുൻവശത്തിനെയാണ് നമ്മൾ നോക്കുന്നത്. ബാക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറക്കം കമ്മിയായിരിക്കും. അപ്പോൾ ഇത് 14 ആണ്. അപ്പോൾ അത് കൂടെ രണ്ടും കൂടെ ചേർത്ത് 16 ആണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിടുകയാണ്. ഞാൻ പീസിനെ മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരിയും കൂടെ കൂടുതലുണ്ട് അവിടെ. അപ്പോൾ നമ്മളത് സ്ട്രെയിറ്റായിട്ട് കിട്ടുന്നത് എത്രയാണോ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ എത്ര അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് വെച്ചാൽ അത് നമ്മൾ പട്ടിൽ ആണ് കട്ട് ചെയ്ത് കളയുന്നത്. നല്ല പീസ് കട്ട് ചെയ്ത് കളയണില്ല. അപ്പോൾ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് പട്ടൻ നമുക്ക് ഒഴിവാക്കിയെടുക്കണം. അതുപോലെ മടക്കിയിട്ടുണ്ട്. ബാലൻസുള്ള ആ പട്ടൻ്റെ പീസ് കരവശം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഇറക്കം കണക്കാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നാലും ബട്ടൻ്റെ വശം ഒരു 3 ഇഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് ഇത് ബാക്കിലാണ് പട്ട് വശം വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട വെച്ചിട്ട് അതിന് മുന്നിലേക്ക് ആക്കി എടുക്കുകയാണ്. അത് വക്കടിക്കുമ്പോൾ ഒരു ഇത്തിരി ബാക്കിൽ ഇങ്ങനെ കാണും. കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മുന്നിലേക്ക് എടുക്കുകയാണ്. കട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരാളും കൂടി കയറി വന്നിട്ടുണ്ട്. നല്ല നൈസ് പട്ട് സാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നീങ്ങി പോവുകയാണ്. ഇനി ഇതുപോലെ നമ്മൾ അളവിൻ്റെ ബ്ലൗസിൻ്റെ കഴുത്ത് ആ കുളത്ത് വെച്ച വശമാണ് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചെടുത്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് കഴുത്തും ഇതേപോലെ തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൈക്കുഴി ഷോൾഡറും അടയാളപ്പെടുത്തിയെടുക്കണം.
നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു കർവും കൂടെ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബെസ്റ്റ് പോയിൻ്റാണ് നോക്കുന്നത്. 8.5 പോയിൻ്റ് ഇട്ടുള്ളത്. 40 സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ഇഞ്ചാണ് അകലം ഇട്ടിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കട്ടിങ്ങാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് 4ഉം ഒരു 2 പോയിൻറ്റും ആണ് ഈ വശത്ത് എടുത്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് നമ്മൾ 3.5 2 പോയിൻ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ കട്ടിങ് ഫുള്ളായിട്ട് ആ പട്ടിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കഴുത്ത് കട്ട് ചെയ്തെടുക്കണ്. 2 കഴുത്തും കൂടെ ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ കുറച്ചും കൂടെ ഇറക്കിയിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയും കൂടി വെട്ടിയെടുക്കുകയാണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. കുറച്ച് തുണിയുള്ളൂ വിചാരിച്ചിട്ട് നമ്മൾ ബ്ലൗസിന് തുണിയില്ലാതെ ഒഴിവാക്കിയിടേണ്ട ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ കൈക്കുഴി ഫ്രണ്ട് വശം ഒന്ന് ഒരു 1/4 ഇഞ്ചിൽ വീണ്ടും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ടിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചത് ആ പട്ടൻ്റെ പീസാണ്. അപ്പോൾ ബാലൻസ് ഉള്ള ആ പീസ് ഇതുപോലെ എടുത്തിട്ട് അതേ ഈ പീസിൻ്റെ അളവിലൊന്ന് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുൻവശത്തേക്ക് വെക്കുന്നത് ആ പീസാണ്. ഈ പട്ടിൻ്റെ വശമുള്ള പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അപ്പോൾ കട്ടി കിട്ടുകയും ചെയ്യും. ഈ പട്ട് പീസ് പുറത്തേക്ക് കാണില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,